ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? മഴയൊക്കെ വേഗം പെയ്യാൻ പോകുന്നതാണ്, അതുകൊണ്ട് വേഗം വിശേഷം പറയുന്നില്ല, ടോക്ക് എടുത്തേക്കാം കേട്ടോ. സാക്ഷ്യം വായിക്കാം. എന്റെ പേര് അപർണ എന്നാണ്. എന്റെ മകള് ഹന്ന എന്ന് പറഞ്ഞ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. 4 വയസ്സായി. അവർക്ക് 6 മാസം മുതൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അച്ഛൻ ഒരുപാട് എപ്പിസോഡുകൾ കണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിലൊരു എപ്പിസോഡിൽ ഒരു മകനുടെ ബാത്റൂമിൽ പോകാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ മാറിയതായിട്ട് സാക്ഷ്യം കേട്ടു. ഞാൻ ആ എപ്പിസോഡ് പലതവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ 2025 ഫെബ്രുവരി അവസാനം വരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. മാർച്ച് മാസം ഞാൻ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിച്ചിട്ട് അതിന് പറഞ്ഞ വെളുപ്പിന് 3 മണി ചേർന്നിട്ട് കുരിശന്റെ വഴി ചൊല്ലി അങ്ങ് പ്രാർത്ഥിക്കാനും തുടങ്ങി. ഈ നിയോഗം വെച്ച് 10 ദിവസം ടോക്ക് കേട്ടു. അത്ഭുതം എന്ന് പറഞ്ഞാൽ 10ാം ദിവസം കുഞ്ഞിന്റെ അസുഖം അങ്ങോട്ട് മാറി തുടങ്ങി. അത്ഭുതകരമായിട്ട് അവൾ തന്നെ ടോയ്ലറ്റിൽ പോയി ഇരിക്കാൻ വേണ്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക. അപ്പൊ നോക്കിയാ 6 മാസം മുതൽ അപ്പൊ എന്താ 4 വയസ്സ് നില പറഞ്ഞിരിക്കുന്നത്. നോക്കിയാ അത്ര വർഷം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടല്ലേ. ടോക്ക് കേട്ട് 10 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 9 ദിവസമായി ഇരുന്നു ഒബേന പോലെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കാണും. പിന്നെ അതേപോലെ 3 മണിക്ക് വരുന്ന ഒരു കുരിശിന്റെ വഴി കണ്ടോ, അതിനകത്ത് തന്നെ പറഞ്ഞു കാണുമായിരിക്കും. അതെല്ലാം വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു. ഏതായാലും ഇന്നത്തെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായിട്ട് നല്ല പ്രാർത്ഥന നടത്താം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നിങ്ങൾക്ക് തലക്കെട്ട് കാണുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി തോന്നും. എന്താ തലക്കെട്ട്? കർത്താവേ, ഇതെന്തൊരു പരീക്ഷണമാണ്. അറിയാതെ നമ്മൾ ചില ഒരു ഭയങ്കരമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറയാൻ സാധ്യതയുള്ള ഒരു പതിവിൽ കവിഞ്ഞ ഞെരുക്കം വരുമ്പോൾ ഒക്കെ പറയാൻ സാധ്യതയുള്ള സന്ദേശമാണ് 105 സങ്കീർത്തനത്തിൽ 19 തിരുവചനം. ആ മൊത്തം വായിക്കുന്നതല്ല, അവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവരെ പരീക്ഷിച്ചു. പൂർവ്വ ജോസഫിനെ കുറിച്ചാണ്. അപ്പൊ പൂർവ്വ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പൂർവ്വ ജോസഫിന് നല്ലൊരു സ്വപ്നമൊക്കെ കൊടുക്കുക. ആ സ്വപ്നം എന്നതാ? സൂര്യചന്ദ്രന്മാരെ കുമ്പിടുന്നു, കറ്റ കുമ്പിടുന്നു, വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. പക്ഷെ സംഭവിച്ചത് മുഴുവൻ എന്നതാ? ഇവിടെ അതിനുശേഷം അതിന് മുകളിൽ എഴുതിക്കുന്ന വചനഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. കാരാഗ്രഹത്തിലേക്കുള്ള യാത്രകള്, ഒരുപാട് തെറ്റിദ്ധാരണകള്, പൊട്ടക്കനിലേക്കുള്ള എടുത്തെറിയല്, അടിമയായിട്ടുള്ള വിൽക്കാപ്പെടൽ, എന്തുമാത്രം കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുശേഷം അവസാനം ഈ പ്രവചിച്ചത് തന്നെ സംഭവിക്കുകയാണല്ലോ. അതാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്ന എന്റെ സഹോദരങ്ങളെ. അവൻ പ്രവചിച്ചത് സംഭവിച്ചോളം കർത്താവിന്റെ വചനം അവരെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവം ചില നല്ല കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുക നമുക്ക് വേണ്ടി. ദൈവത്തിന് നമ്മളെ കുറിച്ച് നല്ല പദ്ധതിയുണ്ട്, ശുഭകരമായ ക്ഷേമമുള്ള പദ്ധതി തന്നെയാണ്. പക്ഷെ അതിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു പോകും. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു, ദൈവമേ എനിക്ക് പദ്ധതിയില്ല, ദൈവം എന്നെ തള്ളിക്കളഞ്ഞ്, എന്നെ ആർക്കും വേണ്ട, എന്തൊരു പരീക്ഷണം. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പൊ ഈ പരീക്ഷ വരുമ്പോൾ വീണു പോകരുത്. കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഈ നല്ല സായാഹ്നത്തിൽ കർത്താവ് ചിലർക്ക് പ്രഭാതത്തിൽ ഈ വചനം കൊടുത്ത് കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകട്ടെ. കർത്താവായ ദൈവം ഈ വചനം പറഞ്ഞതുപോലെ പിടിച്ചു കൃപ ലഭിക്കട്ടെ. ഈ വചനം അനേകരുടെ താങ്ങട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് ദൈവം എല്ലാ പൈശാചത്തിൽ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വെള്ളി ചാട്ടി പായിക്കുന്നു. കർത്താവെ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇവരെ ഓരോരുത്തരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുക. പ്രത്യേകിച്ച് കർത്താവെ, ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങള്, ഭയമുള്ള കുഞ്ഞുങ്ങള്, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുള്ളവര്, പലതരത്തിൽ ഉദര സംബന്ധമായ പീഡകളുള്ളവര്, കർത്താവ് ഇവരെല്ലാം യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുകയാണ്. ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ ഉദര രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കട്ടെ. മറ്റു ചില ബുദ്ധിമുട്ടുകൾ ബന്ധിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. തിരുരത്തത്തെ സംരക്ഷണം ചോദിച്ച് ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.